ഹലോ ഗൈസ്, ഞാനൊരു ഹെൽത്തി വെയിറ്റ് ലോസ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഒരു സ്മൂത്തിയാണ്. അത് നമ്മുടെ റാഗി പൗഡർ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്മൂത്തിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. റാഗി പൗഡർ വെച്ചിട്ട് എങ്ങനെ സ്മൂത്തി ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരല്പം റാഗി എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ റാഗി വാങ്ങി കഴുകി ഉണക്കി പൊടിച്ചെടുക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടി നല്ലത്. അതാകുമ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഒരു 1/2 കിലോ റാഗി വാങ്ങുമെങ്കിൽ നമുക്കൊരു 1 മാസത്തോളം എന്തായാലും അത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പൊടിച്ച് വെച്ചിരുന്നത് നമ്മുടെ മിക്സിയിലിട്ട് തന്നെ പൊടിച്ചെടുത്താൽ മതി വീട്ടിൽ. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടി നല്ലത്. എന്നിട്ട് ഞാൻ റാഗിയിലേക്ക് ഒരല്പം വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് ഇളക്കിയെടുക്കണം. ഈ റാഗി കാണാനായിട്ട് നമ്മുടെ കടുക് പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. കുറച്ചും കൂടെ റെഡ് കളറായിരിക്കും റാഗി. ഇതേ ഉള്ളൂ വ്യത്യാസം. കാണാൻ കടുക് പോലെയാണെങ്കിലും ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ തീരാത്ത അത്രയുണ്ട് കേട്ടോ. വളരെ വളരെ ഗുണങ്ങളുള്ളൊരു സാധനമാണ് കേട്ടോ ഈ റാഗി എന്ന് പറയുന്നത്. നമ്മളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സാധനം കൂടിയാണ് കേട്ടോ ഈ റാഗി എന്ന് പറയുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. നമ്മളിത് വേവിക്കാനായിട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കൈ എടുക്കാതെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. ഇത് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ഇത് അടി പിടിച്ചു പോകും പെട്ടെന്ന്. ഇത് പെട്ടെന്നായിരിക്കും കുറുകി വരുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. അതുകൊണ്ട് കൈ എടുക്കാതെ ഇളക്കാൻ ശ്രദ്ധിക്കണം. ഇത് കട്ട പിടിച്ച് വന്നോട്ടെ കുഴപ്പമില്ല. നമ്മളിത് മിക്സിയിലിട്ട് അടിക്കാൻ പോകുന്നതാണ്. അതുകൊണ്ട് കട്ട പിടിച്ചാലും പ്രശ്നമില്ല. അടി പിടിക്കാതെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ ഈ റാഗി. പ്രത്യേകിച്ച് ഈ ചൂട് സമയത്ത് ഇത് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഉള്ളൊരു സാധനമാണ് കേട്ടോ ഈ റാഗി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും അതേപോലെ ഈ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ് കേട്ടോ ഈ റാഗി. അപ്പോൾ അതായത് തണുക്കാനായിട്ട് വെക്കണം കുറച്ച് സമയം വെന്ത് കഴിയുമ്പം. ഇത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഒരാൾ വന്നിന്ന് ഇളക്കുന്നത്. സംഗതി അതല്ലെന്ന് അറിഞ്ഞപ്പോൾ അവൻ ഇട്ടിട്ട് പോവുകയും ചെയ്തു കേട്ടോ. ഇത് നന്നായിട്ട് തണുത്ത് വന്ന ശേഷം ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട് നമ്മുടെ റാഗി കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് മധുരത്തിനായിട്ട് വേണമെങ്കിൽ മാത്രം ഒരല്പം ഡേറ്റ്സോ അല്ലെങ്കിൽ ഒരു പഴവോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതൊന്നും ചേർത്തില്ലെങ്കിലും പ്രശ്നമില്ല. ഞാനിവിടെ ഡേറ്റ്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 2 ഡേറ്റ്സ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2-3 കാഷ്യൂനട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നട്ട്സൊക്കെ വേണമെങ്കിൽ മാത്രം ഇതിന് ചേർത്ത് കൊടുത്താൽ മതി. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ സ്മൂത്തി ആയിട്ടൊന്നും കൊടുക്കണ്ട, ഇതുപോലെ കുറുക്കാക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഞാനിതിലേക്ക് ഒരല്പം ആൽമണ്ട് മിൽക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് വെയിറ്റ് ലോസിനായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഏതെങ്കിലും പ്ലാൻ ബേസ്ഡ് മിൽക്ക് എടുക്കാം. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും വെറും വെള്ളം മാത്രം ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി, ഒരു പ്രശ്നവുമില്ല. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത ശേഷം ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് റാഗി നമുക്ക് വെയിറ്റ് ലോസിനുള്ളതുപോലെ തന്നെ വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ഞാനൊരു വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും ഉറപ്പായിട്ടും. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഹെൽത്തി സ്മൂത്തിയാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം ആൽമണ്ടും കാഷ്യൂനട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്മൂത്തിയാണ്.